അപ്പോൾ നമ്മൾ ഫെയിലിയർ സ്വിംഗ് എന്താണെന്ന് നോക്കിയല്ലേ. ഫെയിലിയർ സ്വിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് എടുക്കാതെ വിട്ടുപോയുള്ള ലിക്വിഡിറ്റീസിനെയാണ് നമ്മൾ ഫെയിലിയർ ആയിട്ടുള്ള സ്വിങ്ങുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിപ്പോൾ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള ലോസ് ആയിരിക്കാം, ഒരു സ്വിങ് ലോയ അങ്ങനത്തെ എന്തായിരിക്കാം, അല്ലെങ്കിൽ എന്താ അങ്ങനത്തെ ഏത് ഇപ്പം PCP, PSP അങ്ങനെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് നമുക്കൊരു ഫെയിലിയർ സ്വിങ് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു അടുത്ത ടോപ്പിക്കായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ഓൾറെഡി മാർക്കറ്റ് എടുക്കാത്തതിന് നമ്മൾ എന്താ പറയുക, ഫെയിലിയർ സ്വിങ് എന്ന് പറയും. അപ്പോൾ മാർക്കറ്റ് എടുത്തതിന് നമ്മൾ എന്താ പറയുക, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് എന്താ പറയുക, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞു അല്ലെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പം നമുക്കതിനെ ഒരു ബേസിക് ആയിട്ട് ഇപ്പോൾ ICTയുടെ ഒരു ടൈമിൽ പറയുവാണെങ്കിൽ അതിനെ നമ്മൾ ടർട്ടിൽ സൂപ്പ് എന്നാണ് പറയുന്നത്. ഇതിവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലോയെ ഈ ഒരു ഹൈയെ മാർക്കറ്റ് എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ഈ സംഭവത്തിനെ നമുക്ക് എന്ത് പറയാം, ഇവിടെ ഒരു ടർട്ടിൽ സൂപ്പ് സംഭവിച്ചു എന്ന് പറയാം. ഇവിടെ നമുക്കൊരു ഈ ഒരു ബോക്സ് നമുക്കിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതിനെ ഇവിടെ ഒരു ടർട്ടിൽ സൂപ്പ് സംഭവിച്ചു എന്ന് പറയാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ടർട്ടിൽ സൂപ്പ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു ഹൈയെയോ ലോയെയോ ടേക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ടർട്ടിൽ സൂപ്പിംഗ് അല്ലെങ്കിൽ എന്ന് പറയുന്നത്. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വിക്ക് സൂപ്പ്, വിക്ക് വെച്ചിട്ടാണല്ലേ ഇതിനെ സ്വീപ്പ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ബോഡി വെച്ചിട്ടും സ്വീപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, വിക്ക് വെച്ചിട്ട് സ്വീപ്പ് ചെയ്യുന്ന ഇതിനെ നമ്മൾ പറയുന്നത് ടർട്ടിൽ വിക്ക് സൂപ്പ് എന്നും, നമ്മൾ ഒരു ബോഡി വെച്ചിട്ട് ഇതിനെ സ്വീപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, നമ്മളതിനെ ഇതൊരു സ്വീപ്പായിട്ട് എടുത്താൽ നമ്മൾ ഇതിനെ എന്ത് പറയും, ഇതിനെ നമ്മൾ പറയുന്നതാണ് ടർട്ടിൽ ബോഡി സൂപ്പ്. ഓക്കെ, ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ, വെരി സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്. നമ്മുടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാത്തതിനെ നമ്മൾ എന്ത് പറയും, നമ്മൾ ഫെയിലിയർ സ്വിങ് എന്ന് പറയും. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയും, ടർട്ടിൽ സൂപ്പ് എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ വിക്ക് സൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് ആക്ച്വൽ ആയിട്ടുള്ളൊരു ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ഒരു മാനിപ്പുലേഷനും ചെയ്യാതെ നമ്മളെ മാർക്കറ്റ് കറക്റ്റ് ആയിട്ടൊരു ലിക്വിഡിറ്റിയെ സ്വീപ്പ് ചെയ്തു. പക്ഷേ ഈ ബോഡി സൂപ്പ് എന്താ കാണിച്ചിരുന്നത്, ഇതൊരു മാനിപ്പുലേഷൻ ആണ് സത്യത്തിൽ. അതായത് ഇവിടെ നമുക്ക് ബയേഴ്സ് ഇവിടെ ഒരു ഫേക്ക് ഒരു ബ്രേക്ക് ഔട്ട് ആണ് എന്ന് കരുതി നമുക്ക് എന്താ ബയേഴ്സ് ഈ ഒരു ലെഗിൽ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് പോലെ തിരിച്ച് അതേ സ്പീഡിൽ തന്നെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് നമ്മുടെ റേഞ്ചിനകത്ത് തന്നെ നമുക്ക് ക്ലോസ് തന്നു. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. സിമ്പിൾ ആയിട്ടുള്ള ടൈമാണ് ഇതെന്ന് പറഞ്ഞാൽ. ആക്ച്വലി എന്താണ്, ഒരു ലിക്വിഡിറ്റി സ്വീപ്പാണ്. അതേപോലെ തന്നെ ഇതൊരു ലിക്വിഡിറ്റി സ്വീപ്പ് തന്നെയാണ്. പക്ഷെ ഇത് ആൾക്കാരെ നമ്മൾ ഒരു മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു ബൈ പൊസിഷൻ എടുക്കാനായിട്ടുള്ള ടെൻഡൻസി കൊടുക്കും. അപ്പം നമ്മൾ ഇത് രണ്ടും നമ്മളൊന്ന് നോക്കി വെച്ചേക്കുക. കാരണം ഇനി വരുന്നുള്ള സംഭവത്തിൽ ഇതൊക്കെ വളരെ ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ്. വരുന്ന ഇതിലൊക്കെ നമുക്ക് ജസ്റ്റ് ഇതൊന്നും പറയാതെ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ജസ്റ്റ് ഒന്ന് പറയുന്നത്. ഇതൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നമ്മളുടെ ഇതിൽ ഒന്ന് പറയണമല്ലോ എന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ.